പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗീയ നിമിഷങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ജപമാല പ്രാർത്ഥനയെക്കുറിച്ചാണ്. ജപമാല ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനമാണ് ചെലുത്തുന്നത്? എന്താണ് ഈ ജപമാലയുടെ പ്രത്യേകത? എവിടെയാണ് ഈ ജപമാലയുടെ ഉത്ഭവം? നമുക്കൊന്ന് നോക്കാം. സുവിശേഷ സംഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ഭക്തിമുറ, അതാണ് ഈ ജപമാല. ഇതൊരു യാന്ത്രിക പ്രാർത്ഥനയല്ല, ഇത് തികച്ചും ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റൊസാറിയം വെർജിൻസ് മരിയ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതിയ കൃത്രിമ സമ്പ്രദായങ്ങളിലേക്കൊന്നും തിരിയേണ്ട ആവശ്യമില്ല. ജപമാല ധ്യാനാത്മകമായി ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളുമാണ്. ഈ സമ്പൂർണ്ണ ജപമാലയിലെ സന്തോഷ രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ, ഇവ നാലും കൂടിച്ചേർന്നതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. ഈ 4 രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ക്രിസ്തുവിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതിനുമപ്പുറം പിതാപുത്ര പരിശുദ്ധാത്മ സംഗമം, പരിശുദ്ധ കന്യകാമേരിയെ മുടിധരിപ്പിച്ചുകൊണ്ട് രക്ഷാകര സംഭവത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കന്യയാക്കി മേരിയെ ഉയർത്തുന്നത് ഈ ജപമാലയിലൂടെ നമുക്ക്, ഈ രഹസ്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം. എങ്ങനെയാണ് ഈ ജപമാല ഉണ്ടായത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആദിമ നൂറ്റാണ്ടുകളിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതായിരുന്നു പ്രാർത്ഥന. യേശു ദേവാലയത്തിൽ സങ്കീർത്തനങ്ങളാണ് ചൊല്ലിയിരുന്നത്. ആശ്രമങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത സന്യാസികൾ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയായിട്ട് മാറി. 12-ാം നൂറ്റാണ്ടിൽ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരം നന്മ നിറഞ്ഞ മറിയമേ എന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞ് 150 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1208 ഫ്രാൻസിലെ പ്രവ് എന്ന സ്ഥലത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസരത്തിൽ വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഈ ജപമാല നൽകിയത്. യൂറോപ്പിനെ ഗ്രസിച്ച ആൽബിജൻസിയൻ പാഷണ്ഡതയെ ഉന്മൂലനം ചെയ്യാൻ വിശുദ്ധ ഡൊമിനിക്കിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു: ജപമാലയെക്കുറിച്ച് പ്രസംഗിച്ചാൽ മതി, എല്ലാ പാഷണ്ഡതകളും ഇല്ലാതാകും. 5-ാം പിയൂസ് മാർപ്പാപ്പ ജപമാലയെ സഭയുടെ പ്രാർത്ഥനയായി സ്വീകരിച്ച് വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു. ഈ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന് പറയുന്ന പ്രാർത്ഥന തുടങ്ങി വെച്ചത് 2-ാം ഭാഗം 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. സിയന്നായിലെ വിശുദ്ധ ബർണർദിൻ്റെ പ്രസംഗത്തിലാണ് 1427 നാം ഇത് കാണുന്നത്. ഈ വിശുദ്ധ ഡൊമിനിക്കും സഹസന്യാസികളും ജപമാല പ്രചരിപ്പിക്കാൻ തുടങ്ങി. കേരളത്തിൽ ജപമാല പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് പോർച്ചുഗീസ് മിഷണറിമാരാണ്. 1599 ഉദയംപേരൂർ സൂനഹദോസ് കൂടിയപ്പോൾ ഇവിടെയുള്ള വിശ്വാസികൾ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, വിശ്വാസ പ്രമാണം ഇവയെല്ലാം ചൊല്ലിയിരുന്നു എന്ന്, അത് സുറിയാനിയിലാണ് ചൊല്ലിയിരുന്നതെന്ന് അന്നത്തെ സൂനഹദോസിന്റെ കാനോനകളിൽ പറയുന്നുണ്ട്. അങ്ങനെ സങ്കീർത്തന ആലാപനത്തിന് പകരം കൊന്ത നമസ്കാരം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാറി. കൊന്ത എന്ന പേര് വന്നത് 3-ാം നൂറ്റാണ്ട് മുതൽ സന്യാസാശ്രമങ്ങളിൽ ജപങ്ങൾ എണ്ണാൻ വേണ്ടിയാണ് ജപമാല ഉപയോഗിച്ചിരുന്നത്. മണികൾ കോർത്ത ഒരു മാല, അത്രയേ ഉള്ളൂ അതിനർത്ഥം. ജപങ്ങൾ കോർത്ത് ഇണക്കിയ ഒരു മാല. കൊന്ത എന്ന പേര് പോർച്ചുഗീസ് മിഷണറിമാരാണ് പ്രചരിപ്പിച്ചത്. കൊന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എണ്ണം എന്നാണ്. യൂറോപ്പിൽ റൊസാറിയം എന്ന ലാറ്റിൻ പേരാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങളെ റോസാ പുഷ്പങ്ങളായിട്ടാണ് നാം കരുതുക. സാധാരണക്കാരുടെ കാനൂന നമസ്കാരമാണ് കൊന്ത നമസ്കാരം എന്ന് വിളിക്കാറുണ്ട്. ക്രിസ്തുമതം ഭയാനകമായ ഭീഷണികൾ നേരിട്ടപ്പോഴും പാഷണ്ഡതകൾ കടന്നുകൂടിയപ്പോഴും എല്ലാം നാം ഈ കൊന്ത നമസ്കാരത്തിലൂടെയാണ് അതിനെ അതിജീവിച്ചതെന്ന് ഓർക്കണം. 2-ാം സഹസ്രാബ്ദത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ രൂപപ്പെട്ട കന്യകാമറിയത്തിൻ്റെ ജപമാല അസംഖ്യം വിശുദ്ധന്മാർ സ്നേഹിച്ചതും സഭയുടെ പ്രബോധനാധികാരം പ്രോത്സാഹിപ്പിച്ചതുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥന തന്നെയാണ്. അതിൽ വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസമാണ് നാം ഏറ്റുപറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥനകളുടെ രാജ്ഞിയാണത്. പിതാവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്.
നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം വചനമാണ് സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന പ്രാർത്ഥന നമ്മുടെ മക്കളുടെ യാചനകളാണത്. തൃത്വസ്തുതി ദൈവത്തിന്റെ ആരാധനയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഈ പ്രാർത്ഥന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുക: പരിശുദ്ധ അമ്മയെ അറിയുക എന്ന് വെച്ചാൽ അമ്മയുടെ സുഹൃതം ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് അർത്ഥം. ജപമാല ചൊല്ലുക എന്നാൽ മറിയത്തോടു കൂടി ക്രിസ്തുവിൻ്റെ മുഖത്തെ ധ്യാനിക്കുക. ക്രിസ്തുവിൻ്റെ മുഖത്തെ ധ്യാനിക്കണമെങ്കിൽ ജപമാല ചൊല്ലിയാൽ മതി. പരിശുദ്ധ അമ്മ ലോകത്തിന് തന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ ജപമാല. ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ അമ്മ തന്നത് ഈശോയെ തന്നെയാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ, അതാണ് അമ്മയുടെ പോളിസി, അമ്മയുടെ നിയമം അതാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ പറയുന്നത് ചെയ്യാൻ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഘടകങ്ങളാണ് ഈ ജപമാലയും വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ അമ്മ കൊടുത്ത വിശുദ്ധ വെന്തിങ്ങായും. നിത്യതയിലേക്കുള്ള യാത്രയിലെ ലൈഫ് ജാക്കറ്റാണ് പരിശുദ്ധമായ ജപമാല. റോസറി ഈസ് ദി സ്കൂൾ ഓഫ് അവർ ലേഡി എന്നാ പറയാ. നമ്മുടെ അമ്മയുടെ സ്കൂൾ, അമ്മയുടെ പഠനമാണ് ജപമാല. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് കുർബാന, കുടുംബത്തിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല. അത് വിചാരിച്ച് കുർബാനയുടെ സമം ജപമാല എന്ന് തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധമായ ജപമാല ഭക്തിയോടുകൂടെ കുടുംബം ഒന്നിച്ചിരുന്ന് ചൊല്ലിയാൽ അതൊരു കുർബാനയ്ക്ക് സമമാണ്. ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന പല പാപ്പമാരും നമ്മുടെ സഭയിലുണ്ട്. ലയോ 13 മാർപ്പാപ്പ ജപമാലയുടെ പാപ്പ എന്നാണ് അറിയുക. ജോൺ 23, പോൾ 6 മാർപ്പാപ്പ ഇവരെല്ലാം ജപമാലയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പിതാക്കന്മാരാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ അവസാനത്തെ അധ്യായത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനാ വ്യാഖ്യാനമാണ് കൊന്ത നമസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തുവിൻ്റെ സഭയുടെയും രഹസ്യത്തിൽ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ അധ്യായം പറയുന്നത്. ക്രിസ്തുവിൻ്റെയും സഭയുടെയും രഹസ്യത്തിൽ ദൈവമാതാവിന് എന്ത് പങ്കാണുള്ളത്? ഈ അധ്യായത്തിൻ്റെ രത്നചുരുക്കമാണ് അവസാനം കൊന്ത നമസ്കാരം. ജപമാല പ്രാർത്ഥന വിശുദ്ധിയിലേക്കുള്ള യഥാർത്ഥ പരിശീലനമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-26 യേശു നമുക്ക് തന്നു, ഇതാ നിങ്ങളുടെ അമ്മ. ഈ അമ്മയാണ് നമുക്ക് ഈ ജപമാല പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. ഈ അമ്മയാണ് നമ്മളോട് ഉത്തരീയം ധരിക്കാൻ പറയുന്നത്. ഈ അമ്മയാണ് നമ്മളോട് പറയുന്നത്, എൻ്റെ മകൻ പറയുന്നത് ചെയ്യുവിനെന്ന്. ഈ പ്രാർത്ഥനയിലേക്ക്, ഈ ജപമാല പ്രാർത്ഥനയിലേക്ക് ദൈവജനത്തെ ആഹ്വാനം ചെയ്യുവാൻ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ലൂർദ്, ഫാത്തിമ ഈ സ്ഥലങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്, മക്കളെ ജപമാലയുമായി നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, തിരിപ്രദർശനമായി നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. കൊന്ത നമസ്കാരത്തിലൂടെ മാത്രം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ടവരാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, വിശുദ്ധ പാദ്രോപ്പിയോ. ജപമാലയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്, ഒരു കൊന്ത കൊണ്ട് സ്പർശിക്കുന്ന ഒരു പാപിയും മാനസാന്തരപ്പെടാതിരിക്കില്ല എന്നാണ്. കൊന്ത നമസ്കാരത്തെ വ്യാപിപ്പിക്കുന്നത് ആരായാലും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നാണ് വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് ഒരു ജപമാല ചൊല്ലാൻ എനിക്ക് സമയം കിട്ടിയാൽ മതി, ആ പാപി മാനസാന്തരപ്പെടാതിരിക്കുകയില്ല എന്നാണ് വിശുദ്ധ ക്ലെമന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1571 ഒക്ടോബർ മാസത്തിൽ ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് തുർക്കികളുമായിട്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ ഏറ്റുമുട്ടുമ്പോൾ ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു, തുർക്കികളോ വളരെയധികം. ആ യുദ്ധത്തിൽ പിയൂസ് 5 പിതാവ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് ക്രിസ്ത്യാനികൾ രക്ഷപ്പെട്ടു. അന്ന് മുതൽ വിജയമാതാവിൻ്റെ തിരുനാളായി ആ മാസത്തിൽ കൊണ്ടാടാൻ തുടങ്ങി ആ തിരുനാൾ. 13-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ഇതിനെ ജപമാല തിരുനാൾ എന്ന് വിളിച്ചു. കാരണം ഒക്ടോബർ മാസത്തിലാണ് ഈ വലിയ അത്ഭുതം നടന്നത്. 1716 വീണ്ടും തുർക്കികളുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ഹംഗറിയിലെ എവിജീൻ രാജകുമാരൻ ഇതുപോലെ ജപമാലയുമായിട്ട് നാം ക്രിസ്ത്യാനികൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തുർക്കികളിൽ നിന്ന് നാം രക്ഷപ്പെടുന്നു, അവരെ ജയിക്കുന്നു. അപ്പോൾ ജപമാല തിരുനാൾ സാർവത്രികമായ സഭയിൽ 13-ാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് പ്രഖ്യാപിച്ചു.
ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റുകയില്ല എന്നാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്. ദൈവവുമായി നമ്മെ യോജിപ്പിക്കുന്ന ചങ്ങലയാണ് ജപമാല എന്ന് വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ എഴുതി വെച്ചിട്ടുണ്ട്. 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് 153 മണി ജപമാല ഉണ്ടാക്കിയത്. ഈശോ സഭാംഗമായ ബ്രദർ അൽഫോൻസ് റോഡിഗോസിനെ കുറിച്ച് ഇങ്ങനെയൊരു സംഭവകഥയുണ്ട്. വിശുദ്ധൻ സന്യാസ ജീവിതം നയിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് മണിയടിച്ചപ്പോൾ സുപ്പീരിയറിനോട് പോയി പറഞ്ഞു, ഊണ് കഴിക്കുന്നതിനേക്കാൾ മുൻപ് എനിക്കൊരു ജപമാല ചൊല്ലണമെന്നുണ്ട്, ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ. സുപ്പീരിയർ അതിന് അനുവാദം കൊടുത്തു. ബ്രദർ ജപമാല ചൊല്ലാൻ തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ സഹോദരൻ വരാതായപ്പോൾ വേറൊരു സന്യാസിയെ പറഞ്ഞു വിട്ടു. ഈ സന്യാസി റൂമിലേക്ക് ഒളിച്ചു നോക്കി. ബ്രദർ എന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പോൾ കണ്ട കാഴ്ച അത്യത്ഭുതകരവും വിസ്മയനീയവുമായൊരു കാഴ്ചയായിരുന്നു. പരിശുദ്ധ അമ്മ മാലാഖമാരോട് കൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് വിശുദ്ധ അൽഫോൻസിന്റെ കൂടെ ജപമാല ചൊല്ലുകയാണ്. ബ്രദർ അൽഫോൻസ് ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ വായിൽ നിന്നൊരു ചുമന്ന റോസാ പുഷ്പം പോകും. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ ഒരു വെള്ള റോസാപ്പൂവം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വെള്ളയും ചുവന്നതുമായ റോസാ പുഷ്പങ്ങളെ കൊണ്ട് ഒരു കിരീടം ധരിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ തലയിൽ വെക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഈ സ്വർഗീയമായ അനുഭൂതിയിൽ ആ ബ്രദറും അവിടെ നിന്നു. അപ്പോൾ വേറൊരു ബ്രദറിനെ വിട്ടു. അങ്ങനെ മൊത്തം സന്യാസ സമൂഹം മുഴുവൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ജപിക്കുകയാണ്. 1997 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ 7 പ്രഖ്യാപിച്ചത്. സൗത്ത് അമേരിക്കയിലെ മൗറിൻ സ്വിനി കെയിൽ എന്ന വനിതയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രത്യേകതരം ജപമാല കാണിച്ചു കൊടുത്തു. റോസറി ഓഫ് അൺബോൺ എന്നാണ് പറയുക, അജാത ശിശുക്കളുടെ ജപമാല. ഈ ലോകത്ത് ഒരു ദിവസം 50,000-ൽ പരം കുഞ്ഞുമക്കളെ ഗർഭത്തിൽ വെച്ച് കൊല്ലുന്നുണ്ട് എന്നാണ് കണക്ക്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാമ്മ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഭൂമിയിലെ അനർത്ഥങ്ങൾ നടക്കുന്നത്, പ്രകൃതി ക്ഷോഭിക്കുന്നതിന്റെ പിന്നിൽ ഈ കുഞ്ഞുമക്കളുടെ രക്തമാണെന്ന്, ഈ കുഞ്ഞുമക്കളുടെ നിലവിളിയാണെന്ന് നിങ്ങൾ ഓർക്കുക എന്ന്. അമ്മ മാതാവ് സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രത്യേകതരം ജപമാല കാണിച്ചു കൊടുത്തു. ഇളം നീല കളറിലുള്ള ഹൃദയത്തിന്റെ രൂപത്തിലുള്ള ഓരോ മണികൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന മണിയുടെ സ്ഥാനത്ത് കുരിശാകൃതി പൂണ്ട രക്തത്തുള്ളി, നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന്റെ സ്ഥാനത്ത് ഇളം നീല നിറത്തിൽ കണ്ണുനീർത്തുള്ളികളുടെ രൂപത്തിൽ ഒരു മണി, അതിൻ്റെ ഉള്ളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഓരോ മണികളിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ എബോർഷൻ, ഒരു കുഞ്ഞ് രക്ഷപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എബോർഷന്റെ ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പിക്കുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ജപമാല ഒരു അത്ഭുതകരമായ അനുഭവമായി എൻ്റെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ സെമിനാരി വിദ്യാർത്ഥിയായിരിക്കെ ക്രിക്കറ്റ് ബോൾ അടിച്ച് കണ്ണ് ഒരെണ്ണം നഷ്ടപ്പെട്ടു. കണ്ണിൻ്റെ കാഴ്ച ട്രീറ്റ്മെൻറ്റിനായി ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ചൊവ്വാഴ്ച തോറും ചൊല്ലുന്ന ജപമാല കൂട്ടായ്മയിൽ അവൻ വന്നിരിക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്ന വലത്ത് കണ്ണിലൂടെ ഒരു പ്രകാശം വരുന്ന അനുഭവം എൻ്റെ മകനുണ്ടായി. അപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു മിറാക്കിൾ തന്നെയാണ്. കാരണം പൂർണ്ണമായും തകർന്ന റെറ്റിനയുള്ള ഒരു കണ്ണ്, ഇടിയുടെ ആഘാതത്താൽ സാധാരണ രീതിയിൽ നിന്നും മാറി ഒരു കോങ്കണ്ണിൻ്റെ രൂപത്തിലായിരിക്കുന്ന കണ്ണ്. റെറ്റിനയുടെ സ്കാനിങ് എടുത്താൽ ഒരിക്കലും ശാസ്ത്രം പറയുകയില്ല ഈ കുഞ്ഞിന് പ്രകാശം കടന്നു വരുമെന്ന്. കാരണം റെറ്റിനയമേൽ ചെയ്യുവാനുള്ള ശാസ്ത്രം ഇന്ന് പുരോഗതി പ്രാപിച്ചിട്ടില്ല. ലോകത്ത് എവിടെ കൊണ്ടുപോയാലും റെറ്റിനയമേൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ പ്രകാശം കടന്നു വന്നതിൻ്റെ വെളിച്ചത്തിൽ ജപമാലയുടെ 3-ാം രഹസ്യം ഞങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രകാശം വരുന്നത്. സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ജപമാല ആര് ജപിക്കുന്നുണ്ടോ അമ്മ നമ്മളെ കൈവിടുകയില്ല. വീണ്ടും ഞാൻ ഒരു ശാലോ മാസികയിൽ ഒരു വാർത്ത വായിക്കാനിടയായി. മാനന്തവാടി രൂപതയിലെ ലിറ്റി എന്ന് പറയുന്ന 9 വയസ്സുള്ളൊരു കുഞ്ഞ് 1 വയസ്സുള്ള അവളുടെ അനിയത്തിക്കുട്ടിയുമായിട്ട് കിണറ്റിൽ വീണു. 3/4 മണിക്കൂർ നേരമാണ് കിണറ്റിൽ അവർ കിടന്നത്. 40 അടി താഴ്ചയുള്ള ഈ കിണറ്റിൽ 20 അടിയിലുള്ള പൈപ്പിന്മേൽ പിടുത്തം കിട്ടി. ഈ ലിറ്റി എന്ന് പറയുന്ന 9 വയസ്സുകാരി പൈപ്പിന്മേൽ പിടിച്ചു നിൽക്കുന്നു. അവളുടെ കയ്യിലുള്ള 1 വയസ്സുള്ള കുഞ്ഞ് ലിറ്റിയുടെ കഴുത്തിൽ കിടക്കുന്ന ജപമാലയിന്മേൽ തൂങ്ങി നിൽക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ സാധാരണയായി തള്ളിക്കളയുന്ന ഈ വാർത്ത നാം ഒന്ന് ഓർത്തു നോക്കുക.
ദൈവം എന്തുമാത്രം അത്ഭുതങ്ങളാണ് ഈ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ, ഈ രണ്ടാം സ്നാപകയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ എന്തുമാത്രം അത്ഭുതങ്ങളാണ് ദൈവം കാണിച്ചു തന്നുകൊണ്ട് നമ്മെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി പിന്നാലെ നടന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഇന്നും പ്രവർത്തിക്കുകയാണ്. ഈ കുഞ്ഞ് 3/4 മണിക്കൂർ സമയം ഈ ജപമാലയിൽ തൂങ്ങി നിന്നു. ജപമാല പൊട്ടിയില്ല. നമുക്ക് ഊഹിക്കാം, എത്ര വലിയ ജപമാലയുടെ കൊച്ചു ചങ്ങല കൊണ്ട് ഉണ്ടാക്കിയതായാലും 1 വയസ്സുള്ളൊരു കുഞ്ഞ് ഈ ജപമാലയിൽ മേൽ തൂങ്ങിക്കിടന്നാൽ എന്താണ് സംഭവിക്കുക? അത്ഭുതമെന്നല്ലാതെ എന്താണ് നാം പറയുക? പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ അനേകം മക്കളെ, അനേകം പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തുന്നുണ്ട്. ഇരുകരങ്ങൾ ജപമാലയുമായി ഉയരുന്നത് കണ്ടാൽ നിങ്ങളുടെ അമ്മ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വരുമെന്നാണ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് മാതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ പിശാച് നമ്മുടെ അടുത്തു നിന്നും പലായനം ചെയ്യും. ഈജിപ്തിന്റെ അറ്റത്തിലേക്ക് പലായനം ചെയ്യും. വിശുദ്ധ മാലാഖ തോബിത്തിനോട് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ, പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ചങ്ങലക്കിലുക്കം കേട്ടാൽ സാത്താൻ അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുക. ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുവാൻ മരിയൻ സംരക്ഷണമായ ജപമാല കൂടാരത്തിലേക്ക് നമുക്ക് ഓടിക്കയറാം. പരിശുദ്ധ അമ്മയുടെ ജപമാല നമുക്ക് ആയുധമാക്കാം. കാരണം ഏതു വിധേനയും നാം പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കർത്താവിന് ഇഷ്ടമാണ്. അത് പിതാവിൻ്റെ കോപത്തെ നശിപ്പിക്കും. സിസ്റ്റർ ഫൗസ്റ്റിനായിലൂടെ, വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റിനായുടെ കർത്താവ് ഈ ലോകത്തിന് തന്ന വലിയ ഒരു നിധിയാണ് കരുണയുടെ ജപമാല. കാരുണ്യത്തിൻ്റെ ജപമാല അത്ഭുതകരമായ ജപമാലയാണെന്നാണ് പറയുക. കരുണയുടെ ജപമാല ഒരു മരണാസന്ന രോഗിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ ആ മകന് നല്ല മരണം കിട്ടും എന്നാണ് സിസ്റ്റർ ഫൗസ്റ്റിനായിലൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ? 1, യേശുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നമുക്ക് ഈ ജപമാലയിൽ നിന്ന് ലഭിക്കും. 2, പാപത്തിന്റെ കറകൾ കഴുകി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും. കാരണം ഓരോ പ്രാർത്ഥനയിലും നമ്മൾ പറയുന്നുണ്ട്, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മരണസമയം വരെ നീ പ്രാർത്ഥിക്കണമേ എന്ന്. സകല ശത്രുക്കളുടെയും മേൽ വിജയം വരിക്കും ഈ ജപമാല. കാരണം ദൈവവചനം കേൾക്കുന്നത് സാത്താന് ഒരിക്കലും ഇഷ്ടമല്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ആ ഭാഗത്ത് നിൽക്കില്ല. കാരണം അവൻ്റെ ശത്രുവാണ് നന്മ നിറഞ്ഞവൾ. അവൾ എവിടെയുണ്ടോ അവൻ ആ ഭാഗത്ത് കാണില്ല. പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ളതാക്കി തീർക്കും ജപമാലയിലൂടെയുള്ള പ്രാർത്ഥന. ഒരിക്കലും നാം തീരുമാനിച്ചു വെച്ച ജപമാല മുടക്കരുത്. കർത്താവിനോടുള്ള സ്നേഹാഗ്നിയാൽ നമ്മെ ജ്വലിപ്പിക്കും ഈ ജപമാല പ്രാർത്ഥന. കൃപകളാലും പുണ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കും ഈ ജപമാല പ്രാർത്ഥന. ദൈവത്തോടും സഹജീവികളോടുമുള്ള സകല കടങ്ങളും വീട്ടുന്നതിന് ആവശ്യമായതെല്ലാം ഈ ജപമാല പ്രാർത്ഥന നമുക്ക് തരും. എൻ്റെ സഹോദരങ്ങളെ, ജപമാല ഒന്നിച്ചു ചൊല്ലിയാൽ, 2ഉം അതിലധികം പേർ ജപമാല ഒന്നിച്ചു ചൊല്ലിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനമെടുക്കാം. ദിവസവും നാം ചൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ള, പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ജപമാല ഒരിക്കലും മുടക്കാതിരിക്കുക. ജപമാലയുടെ ചങ്ങലക്കിലുക്കത്തിൽ പൈശാചിക അരൂപികൾ നമ്മുടെ ഹൃദയത്തിന് ചുറ്റും നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ഈ ലോകത്തിൽ നിന്നും ഓടിമറയട്ടെ. അവൻ്റെ ശക്തികൾ നിർവീര്യമായി പോകാൻ ജപമാലയാകുന്ന ആയുധം നമുക്ക് കൈകളിലേന്താം. പരിശുദ്ധ ജപമാല നമുക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മയെ തന്ന ഈശോയ്ക്ക് ആരാധന സമർപ്പിച്ചുകൊണ്ട്, അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്കും ഈശോയിലൂടെ നമുക്ക് പിതാവിലേക്കും ഒന്നു ചേരാൻ ശ്രമിക്കാം.